ആർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാ ആരുമില്ല, അവനെ പോലാരാധ്യനില്ല. ആർക്കും കടക്കാരനല്ല. ആമേൻ. നീ ആർക്കും ബാധ്യതയല്ല. ഞങ്ങളുടെ കടങ്ങൾ നീക്കുന്ന ദൈവം, ഞങ്ങളുടെ ബാധ്യത ഒഴിച്ചു മാറ്റുന്ന ദൈവം. ഓ, ഇന്ന് രാത്രി നിന്റെ നാമത്തിന്റെ മഹത്വം ഈ ചർച്ചിൽ വെളിപ്പെടുവാൻ ഇടയാക്കണമേ. ഇത് ഈ പട്ടണത്തിൽ മലമേൽ ശോഭിക്കുന്ന ഒരു ചർച്ചയായി മാറട്ടെ. അനേകർ ആകർഷിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ആമൻ. ഭാഷകളിൽ നിന്ന്, വിവിധ ജാതികളിൽ നിന്ന് വലിയൊരു ഗണമ ഈ ദിവസങ്ങൾ സത്യാരാധനയുടെ മുഴക്കം കേട്ട് ഓടിയെത്തുന്ന ഒരു കേന്ദ്രമായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തില് ഞങ്ങൾ ഈ ചർച്ചിനെ ആമൻ ക്ലെയിം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്തൃവേലായിരിക്കുന്ന ദൈവവൃത്തിനെ, കുടുംബത്തെ സഹായിക്കണം, കൂട്ടുവേലക്കാരെ അനുഗ്രഹിക്കണം, എല്ലാ വിശ്വാസി സമൂഹങ്ങളെയും ദൈവം ആദരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നതിൽ സന്തോഷമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചായിട്ട് പറയും. എല്ലാ കരങ്ങളും ഉയർന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയ രാജു പാസ്റ്ററും ഫാമിലി, ആമേ സ്തോത്രം. അതുപോലെ ദീർഘവർഷങ്ങളായി സ്നേഹിതനായിരിക്കുന്ന സാങ്കുട്ടി പാസ്റ്റർ, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർ, എൻ്റെ ബ്രദറിലോ ആമേ ഡോക്ടർ രാജൻ ജോർജ് ഫാമിലി, പ്രിയ സാറമ്മ, എല്ലാവർക്കും ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കാൻ ഇടയാക്കി ദൈവത്തിന് സ്തോത്രം പറയുന്നു. നല്ല ഒരു തീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, വിശ്വാസം. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത്ഭുതം പ്രതീക്ഷിക്കണം. സ്തോത്രം. വിശ്വസിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്നത്. ഗ്ലോറി. എത്ര പേര് ഇന്ന് രാവിലെ രാത്രിയിൽ അത് വിശ്വസിക്കും? ഇന്ന് രാവിലെയും നമ്മൾ കേട്ടു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന്. പ്രൈസ്. കർത്താവിൻ്റെ അടുക്കൽ വന്ന ഒരു ചെറുപ്പക്കാരൻ യേശുവിനോട് പറഞ്ഞു, നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ നീ ചെയ്യണം. സ്തോത്രം. യേശു അവനെ തിരുത്തിയിട്ട് പറഞ്ഞു, വല്ലതും കഴിയുമെന്നു വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പ്രയർ സെന്ററിന് വിശ്വാസമുണ്ടെങ്കിൽ ഈ തിരുവല്ല നിങ്ങൾക്ക് പിടിച്ചടക്കുവാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. നമുക്കൊന്ന് പറയാം, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ ആമേൻ കാര്യങ്ങളായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തെക്കുറിച്ച് പ്രസ്താവിക്കണം, പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ വായിച്ചല്ലോ. എബ്രായ ലേഖനം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഹീബ്രൂസ് 11:22 22-ാമത്തെ വാക്യം. വിശ്വാസത്താൽ യോസെഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. മതി. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളിലൂടെ വായിച്ചാട്ട്. ഉൽപ്പത്തി 50-24-25. അനന്തരം യോസെഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും
ഈ ദേശത്തു നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. മതി, സ്തോത്രം. വിശ്വാസത്തിൻ്റെ വിവിധ മനോഭാവങ്ങൾ, വീക്ഷണങ്ങൾ, ഇന്ന് രാത്രി ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ വിവിധ വീക്ഷണങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. 110 വയസ്സുള്ളവനായി യോസേപ്പ് മരിക്കുകയാണ്. സ്തോത്രം. യോസേപ്പ് അവൻ്റെ ഡൈയിങ് ബെഡിൽ കിടക്കുകയാണ്. കിടക്കയിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന യോസേപ്പ് 12 ഗോത്ര തലവന്മാരെയും അവൻ്റെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ചത്. ദൈവം നിങ്ങളെ സന്ദർശിക്കും. സ്തോത്രം. അത് വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ആമേൻ. തൻ്റെ ശരീരത്തിൽ താൻ മരിക്കുന്നെങ്കിലും വിശ്വാസത്തിൽ താൻ മരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ സന്ദർശിക്കും. താൻ പറയുകയാണ്, സന്ദർശിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, നിങ്ങൾ എൻ്റെ അസ്ഥികൾ കൂടെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ആമേൻ, ഹൃദയത്തിൽ മാത്രമല്ല ഞാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിക്കുന്നത്. എൻ്റെ അസ്ഥിക്കകത്ത് വരെ എനിക്ക് വിശ്വാസമുണ്ട്, ദൈവം നിങ്ങളെ പുറപ്പെടുവിക്കുമെന്ന്. ഹല്ലേലൂയ. എന്തൊരു വിശ്വാസമാണ്! ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെയുള്ള വിശ്വാസമുണ്ട്? വായിക്കകത്ത് പാട്ട് പാടുമ്പോഴുള്ള വിശ്വാസം പോരാ, പ്രസംഗം കേൾക്കുമ്പോൾ സ്തോത്രം പറയുന്ന വിശ്വാസം പോരാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അസ്ഥിക്കകത്ത് വിശ്വാസം ഇറങ്ങിയാൽ തിരുവല്ല പ്രൈസ് സെന്ററില് വീര്യപ്രവർത്തി നടക്കൂ. ഉടാലാരാവ. കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, വി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാണ് യോസേപ്പ് ആമേൻ ഈ ഗോത്രത്തിൻ്റെ ലീഡേഴ്സിനോട് ഇങ്ങനെ പറയാൻ കാരണം? താൻ 101% വിശ്വസിക്കുന്നു, വാഗ്ദത്തം ചെയ്ത ദൈവം അത് നിവർത്തിക്കും. ഹല്ലേലൂയ. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം ഒരു പ്രോമിസ് കൊടുത്തു, നിങ്ങളുടെ തലമുറയെ വാഗ്ദത്ത നാട്ടിൽ ഞാൻ എത്തിക്കും. ദൈവത്തിന് തലമുറകൾ പലത് കഴിഞ്ഞു. അബ്രഹാമിൻ്റെ തലമുറ കഴിഞ്ഞു, ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും തലമുറ കഴിഞ്ഞു. പക്ഷേ അടുത്ത ജനറേഷനിലുള്ള യോസേപ്പ് പറയുകയാണ്, വാഗ്ദത്തം മരിക്കത്തില്ല. വാഗ്ദത്തം പ്രവചിക്കുന്ന പ്രവാചകന്മാർ മരിച്ചെന്നിരിക്കും, പക്ഷേ വാഗ്ദത്തം പറഞ്ഞ ദൈവം മരിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൂത് പറഞ്ഞവർ മരിച്ചെന്നിരിക്കും, പക്ഷെ ഈ രാത്രി ദൂത് മരിക്കത്തില്ല. കരങ്ങൾ അടിച്ചോ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. നിന്നോട് ദൈവം പറഞ്ഞ ദൂത്, ദൈവദാസന്മാരുടെ പറഞ്ഞ ദൂത്, പ്രവചനാത്മാവിൽ പറഞ്ഞ ദൂത്, കഴിഞ്ഞ തലമുറയിൽ പറഞ്ഞ ദൂത് ഇന്ന് രാത്രി മരിച്ചിട്ടില്ല. ഈ രാത്രി ദൂത് തിരിച്ചു വരും. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. ഞാനൊരു ചെറിയ ബാലകനായിരിക്കുമ്പോൾ എന്നോട് അന്നത്തെ ദൈവദാസന്മാരായ കൂടൽ കുഞ്ഞുഞ്ഞ്, വാര്യാപുരം യോനാച്ചൻ, അവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ദൂത് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദൂതം മരിക്കത്തില്ല. അതിനെ മണ്ണിട്ട് മൂടാൻ പിശാചിന് കഴിയത്തില്ല. ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ ആർക്കും കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി, ആരാധിക്കുന്ന ജനത്തിനു വേണ്ടി, ഉപവസിക്കുന്ന ജനത്തിനു വേണ്ടി, വിശ്വാസമുള്ള ജനത്തിനു വേണ്ടി ഇന്ന് രാത്രി ദൂതം മടങ്ങി വരുമോ?
ഉഡാലാരാബ ശാന്തന ദിലാ ദിയാ റബഷ്യ. ഗ്ലോറി, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ദോഹയിൽ ഒരു മീറ്റിങ്ങിൽ ഒരു ദൈവദാസിയോട് ദൈവാത്മാവ് പറഞ്ഞ ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിൽ ദൈവം നിന്നെ ഹയർ ചെയ്യും. അപ്പോൾ ആ സഹോദരി, അവരുടെ പേര് ബീന എന്നാ, കുറച്ച് നാൾ കഴിഞ്ഞ് ബീന എന്നോട് പറഞ്ഞു, ദൂത് കേട്ടതിൻ്റെ പിറ്റേ ദിവസം ജോലി നഷ്ടപ്പെട്ടു. സ്തോത്രം. അപ്പം ഞാൻ ഭയങ്കരമായി ഭാരപ്പെട്ടു. ദൂത് മാനേജ്മെൻറ്റ് പൊസിഷനിൽ ജോലി, പിറ്റേ ദിവസം ജോലി നഷ്ടപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. ഇന്നലെ സഹോദരി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആമേൻ ഖത്തർ എയർവേയ്സ് അവരെ റീഹയർ ചെയ്തത് മാനേജരായിട്ടാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇരുന്ന തസ്തികയിൽ തുടർന്നാൽ നിയമപ്രകാരം എനിക്ക് മാനേജരാകാൻ പറ്റില്ല. എന്നെ റീഹയർ ചെയ്ത് രണ്ടാമത് ആമേൻ ഹയർ ചെയ്തുകൊണ്ടാണ് ഞാൻ മാനേജരായത്. ദൈവത്തിൻ്റെ ദൂത് നിറവേറ്റപ്പെടുവാൻ ആമേൻ ദൈവം അതിൻ്റെ അകത്തൂടെ വർക്ക് ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്. അദ്ദേഹം പറഞ്ഞത്, ദൂത് മരിക്കത്തില്ല. ജോലി നഷ്ടപ്പെട്ടാലും ദൂത് മടങ്ങി വരും. എവിടെല്ലാം ആര് കുഴിച്ചിട്ട ദൂതാണെങ്കിലും വിശ്വാസമുള്ളവർ പ്രൈസ് സെന്ററിൽ ഉണ്ടെങ്കിൽ എനിക്കിന്ന് രാത്രി ആത്മാവിൽ നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. നിന്റെ തലമുറയിൽ ആ ദൂത് സംഭവിക്കും. നിന്റെ തലമുറയിൽ അത് ദൂത് സംഭവിക്കും. ദൈവദാസന്മാര്, നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവം പറഞ്ഞ ദൂത് അത് നടക്കും. ദൈവദാസനോട് ദൈവം പറയുന്ന ദൂത് നടക്കും. Glory, 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 glory. Praise the Lord. വിറയ്ക്കുന്ന കൈകളോട് 12 പ്രഭുക്കന്മാരുടെയും കയ്യിൽ ആമൻ യോസേപ്പ് പിടിച്ചിട്ട് അവരെയും കൊണ്ട് സത്യം ചെയ്യിച്ചു. അവരോട് പറഞ്ഞു, ആമൻ ദൈവം നിങ്ങളെ വിടുവിക്കുന്ന കാര്യത്തിൽ ആമൻ എനിക്ക് സംശയമില്ല. ആമൻ എൻ്റെ അസ്ഥി നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്താ അങ്ങനെ യോസേഫ് പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാമോ? ജോസഫിലായിരുന്നു ആമേൻ ഇസ്രായേൽ മക്കൾ പ്രതീക്ഷ വെച്ചിരുന്നത്. ജോസഫ് ഈജിപ്തിലെ പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ ഇസ്രായേൽ മക്കൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇവൻ മുഖാന്തരം ഞങ്ങളെ പുറത്ത് പൊഴിച്ചുകൊണ്ട് പോകും. സ്തോത്രം. പക്ഷേ യോസേഫ് മരിക്കുന്ന കിടക്കയിലായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന് യോസേഫ് പറഞ്ഞു. അതുകൊണ്ടാണ് യോസേഫ് അവരെ വിളിച്ചു പറഞ്ഞത്, പ്രതീക്ഷ യോസഫിനല്ല വെക്കേണ്ടിയത്, പ്രതീക്ഷ യോസഫിന്റെ ദൈവത്തിലാണ് വെക്കേണ്ടിയത്. ഏത് മനുഷ്യനിലും പാസ്റ്ററിലും നിങ്ങൾ പ്രതീക്ഷ വെച്ചാൽ നിരാശപ്പെടും. എന്നാൽ ദൈവത്തിൽ പ്രതീക്ഷ വെച്ചാൽ ഓ ഹല്ലേലൂയ, നിങ്ങളുടെ മുഖം വാടാൻ ദൈവം സമ്മതിക്കത്തില്ല. ഓ ഹല്ലേലൂയ. കാരണം വചനം പറയുന്നു, അവന്റെ മുഖത്ത് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചില്ല. ദൈവത്തിന്റെ മുഖത്ത് നോക്കിയവർ നിരാശപ്പെട്ട നല്ല വചനം പറയുന്നത് പ്രകാശിതരായി. ഹല്ലേലൂയ. ഈ പ്രൈസ് സെന്ററിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും ദൈവമക്കളോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുഖം പ്രകാശിക്കപ്പെടും. നിങ്ങളുടെ മുഖം പ്രകാശിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് യോസേഫ് പറഞ്ഞത്, എൻ്റെ ഹാർട്ടിൽ മാത്രമല്ല എനിക്ക് വിശ്വാസമുള്ളത്, എൻ്റെ അസ്ഥിക്കകത്ത് വരെയും ദൂത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഫ്ലഷ് ഡീക്കേ ആവും, പക്ഷേ എൻ്റെ അസ്ഥി അങ്ങനെ എത്ര പെട്ടെന്ന് ഡീക്കേ ആവത്തില്ല. ആ അസ്ഥി നിങ്ങളോട് പറയോ ദൂത് നിവർത്തിയാകുമെന്ന്. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ മക്കളെ ദൈവം പുറപ്പെടുവിച്ചപ്പോഴേ ആമേൻ 600,000 ജാഥയുടെ മുമ്പിൽ ഏറ്റവും മുമ്പിൽ ഒരു ശവപ്പെട്ടിക്കകത്ത് 4 പേരുടെ തോളില് ജോസഫിന്റെ അസ്ഥിയാണ് അവരെ കാര്യം ചെയ്തുകൊണ്ട് പോയത്. പുറകെ വരുന്ന ജനത്തോട് ഈ പെട്ടി ഒരു ദൂത് പറയുന്നുണ്ട്, വാഗ്ദത്തം മരിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം പറയുന്നത് നിവർത്തിക്കപ്പെടും. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസേഫിന് ഇത്രയും ധൈര്യം വരാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ അനുഭവമാണ്. പൊട്ടക്കിണറ്റിൽ നിന്ന്, പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ നിന്ന്
പ്രിസണിൽ നിന്ന് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞ ഒരു ദൈവം, ഹല്ലേലൂയ, ജീവിക്കുന്ന ദൈവമാണ് സർ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിരാശ വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തെ ഓർക്കണം. ഹല്ലേലൂയ. പിശാച് നിന്റെ കാതിൽ നിരാശയുമായിട്ട് വരും, നിന്റെ കാതിൽ നിരാശയുമായിട്ട് വരും. ദൈവദാസന്മാരെ നിങ്ങളുടെ കാതിൽ വരും, നിങ്ങളുടെ ശുശ്രൂഷ ഡൗൺ ചെയ്യാൻ വരും. നിങ്ങളുടെ വീട്ടിൽ നിരാശ കൊണ്ടുവരുമ്പോൾ പറയണം, കഴിഞ്ഞ നാളിൽ എന്നെ വിടുവിച്ച ദൈവം, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സഹായിച്ച ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി എഴുന്നേക്കും ദൈവത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. വിശ്വാസമുള്ളവരെല്ലാം വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വിശ്വാസത്തോടെ വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കാ കരുതൂ അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വാനവും ഭൂമിയും മാറിയാലും വചനം മാറത്തില്ല. സ്തോത്രം. ആമേൻ. വചനം ഇന്ന് രാത്രി മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ ഈ വചനം വായിച്ചപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം നിങ്ങളോട് പറയാം. ജോസഫ് ഒരു പ്രൈം മിനിസ്റ്ററായി ഈജിപ്തിൽ സെർവ് ചെയ്യുന്നു. വളരെ കംഫോർട്ടബിളായിട്ടുള്ള പാലസ് യോസേപ്പിനുണ്ട്, നല്ല പൊസിഷൻ അവനുണ്ട്. അതോറിറ്റി, മുഴുവൻ അതോറിറ്റിയും ഫറവോൻ യോസേപ്പിന് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഫുഡിൻ്റെ കാര്യത്തിൽ, അക്കോമഡേഷൻ്റെ കാര്യത്തിൽ, ആമേൻ, ഒരു തരത്തിലും യോസേപ്പിന് ഭാരമില്ല. പക്ഷേ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വാഗ്ദത്ത നാടിനു വേണ്ടിയുള്ള കൊതിയുണ്ടായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് ഇവിടെ അങ്ങ് നിന്നാ മതി, ചത്തടക്കിയാ മതി എന്ന് യോസേപ്പിന് പറയാം. പക്ഷെ യോസേപ്പ് പറഞ്ഞു, അങ്ങനല്ല, ദൈവം പറഞ്ഞ വാഗ്ദത്ത നാട്ടിൽ നിന്ന് വേണം ഞാൻ ഉയർത്തെഴുന്നേക്കുവാൻ. ദൈവത്തിന് ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയാം. കാഹളം ധ്വനിക്കുമ്പോൾ യോസേപ്പ് ഈജിപ്തിൽ നല്ല ഉയർക്കുന്നത് വാഗ്ദത്ത കനാലിൽ നിന്നാണ് അവൻ ഉയർക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ ആ പ്രോമിസ്, ചെറുപ്പത്തിൽ തന്നെ ദൈവം അവനോട് പറഞ്ഞ ദൂതുണ്ട്. അവൻ അപ്പനോടും അമ്മയോടും ചെന്ന് പറഞ്ഞു, 12 നക്ഷത്രങ്ങൾ സൂര്യനും ചന്ദ്രനും കൂടെ എന്നെ നമസ്കരിക്കുന്നു. ആമേൻ. കറ്റകൾ വീണ് കിടന്നെന്നെ നമസ്കരിക്കുന്നു. അപ്പനും സഹോദരന്മാരും എല്ലാം പറഞ്ഞ് നടക്കത്തില്ലെന്ന്. പക്ഷേ അവൻ പിടിച്ചു നിന്നു. അവനെ കാരാഗ്രഹത്തിലും പിടിച്ചു നിർത്തിയത് ആമേൻ ആ ദർശനമാണ്. കാരാഗ്രഹത്തിൽ 13 വർഷം ജോസഫിന് ആമേൻ അവൻ്റെ ലൈഫ് വേസ്റ്റായെന്ന 13 വർഷം. സ്തോത്രം. പക്ഷേ ദൈവം ഒരു പ്രമോഷൻ കൊടുത്തപ്പോൾ ആ 13 വർഷവും ലാഭമായി മാറി ദൈവത്തിന്. എങ്ങനെയാണെന്നറിയാമോ? ആമേൻ. ഫറവോൻ ആളിനെ വിട്ട് കൊട്ടാരത്തിൽ നിന്ന് ജോസഫിനെ പാലസിൽ കൊണ്ടുവന്നപ്പോൾ ദൂത് പറയാൻ, ആകെ സ്വപ്നത്തിൻ്റെ അർത്ഥം പറയാൻ ജോസഫ് 1.5-2 മിനിറ്റേ എടുത്തുള്ളൂ. സ്തോത്രം. 13 വർഷത്തെ വാഗ്ദത്തം 2 മിനിറ്റ് കൊണ്ട് അവനെ തേടി വന്നു. ഹല്ലേലൂയ. ഒരു ലോവർ
ആമേൻ ഡിപ്പാർട്ട്മെന്റ് LD ക്ലർക്കായിട്ട് ജോസഫ് കിടന്നായിരുന്നെങ്കിൽ ആമേൻ UD ക്ലർക്കായിട്ട് വരാൻ വർഷങ്ങളെടുക്കും. തല നരയ്ക്കുന്നതിന് മുമ്പേ റിട്ടയർമെന്റ് നടത്തും. എന്നാൽ ദൈവം അവനെ ഹയർ ചെയ്തപ്പോൾ ഹയസ്റ്റ് പൊസിഷനിലാണ് ദൈവം അവനെ ഹയർ ചെയ്തത്. യോസേപ്പ് പറഞ്ഞു, ആമേൻ അല്പം കൊണ്ട് മാത്രമേ നീ താഴെ നിൽക്കുന്നുള്ളൂ, പക്ഷേ ഈ രാജ്യം മുഴുവനും നിന്റെ കയ്യിലാണ്. നിന്റെ വാക്ക് കേൾക്കാതെ വിരളെ അനക്കാതെ ഒരു മനുഷ്യനും ചലിക്കത്തില്ല. നഷ്ടമായത് ഇന്ന് രാത്രി ദൈവം നിനക്ക് മടക്കി തരും. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. തുള്ളനും വെട്ടിക്കിളിയും തിന്നെ നശിപ്പിച്ചത്, ലോക്കസ്റ്റ് കൊണ്ടുപോയത്, ഇന്ന് രാത്രി ഞാൻ സഭയോട് പറയുകയാണ്, പരിശുദ്ധാത്മായി പറയുകയാണ്, നഷ്ടമായത് ദൈവം നിനക്ക് മടക്കി തരും, മടക്കി തരും, മടക്കി തരും. ആ കരങ്ങൾ ഉയർത്തി, കരമൊന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലോ അപഹരിക്കപ്പെട്ടത്, നഷ്ടപ്പെട്ട സന്തോഷം, നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ട ആരോഗ്യം ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ ദൈവം നിനക്ക് മടക്കി തരാൻ പോവുകയാണ്. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ജോസഫിന്റെ പ്രതീക്ഷ, അവന്റെ ഡ്രീം ഈജിപ്തിലല്ലായിരുന്നു. അവൻ്റെ ഡ്രീം സിംഹാസനം കടിച്ചു പിടിച്ചിരിക്കാനല്ലായിരുന്നു. അവൻ്റെ ഡ്രീം കിരീടം വെച്ചുകൊണ്ട് അവസാനിക്കാനല്ല. അവൻ്റെ ഡ്രീം വാഗ്ദത്ത നാട്ടിലെത്തണമെന്നുള്ളതാ. നമ്മുടെയും ഡ്രീം അതായിരിക്കണം. തിരുവല്ലായിൽ അവസാനിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, നിത്യതയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. അതിൽ വിശ്വാസമുള്ളവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നുണ്ട്, ആമേൻ, നീ പിടിക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ടോ? നിത്യജീവനെ നീ പിടിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ബാക്കി എന്തോ നിന്നെ കയറി പിടിച്ചാലും ഒന്നിൽ അത് നിന്നെ വിടും, നീ അല്ലെങ്കിൽ അതിനെ വിടും. എന്നാൽ നിത്യത പിടിച്ചാൽ നിനക്ക് നഷ്ടം വരികയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. എബ്രായലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ ചാപ്റ്റർ എന്ന ദ കാൻറ്റർബറി ഓഫ് ദ ബൈബിൾ എന്ന സ്കോളേഴ്സ് അതിനെ വിളിക്കുന്നത്. ആമേൻ. ഇംഗ്ലണ്ടിലെ കാൻറ്റർബറിയിലാണ് എമിനന്റ് പീപ്പിൾ ആമേൻ ഒക്കെ അടക്കപ്പെട്ട്, ഡേവിഡ് ലിവിങ്സ്റ്റൺ ഉൾപ്പെടെയുള്ളവർ കാൻറ്റർബറിയിലാണ് അടക്കപ്പെട്ടത്. അതുപോലെ വേദപുസ്തകത്തിൽ വിശ്വാസവീരന്മാരെ ഒരുമിച്ച് കൊണ്ടുവന്നു നമ്മോട് നിരത്തി പൗലോസ് പറയുകയാണ്, ഇവർ ജയിച്ചെങ്കിൽ നിങ്ങളും ജയിക്കും. ഹല്ലേലൂയ. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല, എങ്കിലും അവർ വിശ്വാസത്തിൽ പിടിച്ചു നിന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച, ആമേൻ സ്തോത്രം, വാഗ്ദത്തം അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അബ്രഹാം കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ അവൻ കാണുന്ന ഒരു സ്ഥലമുണ്ട്, പോകാനിരിക്കുന്ന ദേശം. ദൈവത്തിന് ഹല്ലേലൂയ. വലിയ വീട് പണിയണമെന്നൊക്കെ ആഗ്രഹം കാണും. പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ സ്വർഗീയ ദർശനം കിട്ടുമ്പോൾ അദ്ദേഹം ആ പ്ലാനൊക്കെ മാറ്റിവെക്കും. ദൈവത്തിന് തൻ്റെ മകനെയും കൊച്ചുമകനെയും കൂടെ വിളിച്ചിട്ട് താൻ അവരോട് പറഞ്ഞു, നിങ്ങളും നോക്കണം, നിങ്ങളും നോക്കണം, പോകാനിരിക്കുന്ന ഈ രാജ്യം നിങ്ങളും കാണണം. സ്തോത്രം. ഓ, എത്ര വലിയ ദൈവദാസനാ. തൻ്റെ മോനും കൊച്ചുമോനും ഡോക്ടറേറ്റ് എടുത്ത് മില്യണർ ആകണമെന്നല്ല ആമേൻ അബ്രഹാം ചിന്തിച്ചത്, ഇവരും നിത്യത കണ്ട് ജീവിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അങ്ങനെയാണ് അവർ ആമേൻ അവര് ആ കൂടാരത്തിൽ വിശ്വാസത്താൽ എല്ലാ വേഴ്സിൻ്റെ ആരംഭത്തിൽ ബൈ ഫെയ്ത്ത് എന്ന പറയുന്ന സ്തോത്രം. ആമേൻ. യോസേപ്പ് ഈ വാഗ്ദത്തം കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് ആമേൻ സ്തോത്രം അതേ ഉൽപ്പത്തി പുസ്തകം പറയുന്നില്ല. പക്ഷേ എബ്രായലേഖന കർത്താവ് പറയുന്നുണ്ട്, വിശ്വാസത്താൽ അവൻ ഓർഡർ കൊടുത്തു. അവൻ അറിയോ, വിശ്വസിച്ച ദൈവം തന്നെ ആദരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 27 തൊട്ടുള്ള വാക്യം ഒന്ന് വായിച്ചാട്ട്. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ,
മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്നുത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. മതി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആദ്യം ഞാൻ പറഞ്ഞ വിശ്വാസം ബോൺ ഫെയ്ത്ത് എന്നാ ഞാൻ എന്നെ വിളിക്കുന്നത്, അസ്ഥിക്കകത്തുള്ള വിശ്വാസം. സ്തോത്രം. രണ്ടാമത് ആമേൻ നമ്മൾ വായിച്ച ഈ ഭാഗത്ത് ക്രംസ് ഫെയ്ത്ത്, അപ്പനുറുക്കിൻ്റെ വിശ്വാസം. സ്തോത്രം. ആമേൻ. ഒരു ജാതീയ സ്ത്രീ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ജെന്റൈൽ ലേഡി, എല്ലാ യോഗത്തിനും പോകും, എല്ലാ യോഗത്തിനും. എനിക്ക് ആ സ്ത്രീയെക്കുറിച്ച് ഒത്തിരി ബഹുമാനം തോന്നി. കാരണം അവൾ ഒരു ജാതീയ സ്ത്രീയാണ്. ആമേൻ. ഭൂതം ബാധിച്ച് വയലൻ്റ് ആകുന്ന ഒരു കുഞ്ഞിനെ വീട്ടിലിട്ടിട്ട് അവൾ യോഗത്തിന് പോകും. ദൈവത്തിന് എന്ന് പറഞ്ഞാൽ എന്താ? വില കൊടുത്താണ് അവൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. ഇവിടെ ഭർത്താവിനെ കുറിച്ച് വേദപുസ്തകം നിശബ്ദമായിരിക്കുകയാണ്. രണ്ട് കാര്യമാണ്. ഒന്നുകിൽ അവളൊരു വിഡോയാണ്, അല്ലെങ്കിൽ ആമേൻ അവളുടെ ഭർത്താവ് ജാതീയ സ്ത്രീയാണ്, അയാൾക്ക് യേശുവിനെ വിശ്വാസമില്ല. സ്തോത്രം. രണ്ടാണെങ്കിലും സ്തോത്രം, ഇവൾ യോഗം മുടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഈ പെൺകുട്ടിയെ ആരുടെയെങ്കിലും പക്കലാക്കാതെ ആമേൻ ഏൽപ്പിക്കാതെ അവൾക്ക് യോഗത്തിന് വരാൻ പറ്റില്ല. പക്ഷെ എല്ലാ യോഗത്തിനും അവൾ വരുമ്പോൾ അവൾക്കൊരു പ്രതീക്ഷയുണ്ട്. യേശു എന്നെ വിടുവിക്കും, യേശു എന്നെ വിടുവിക്കും, യേശു എന്നെ വിടുവിക്കും. ഹല്ലേലൂയ, ഗ്ലോറി, സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എന്നെ വിടുവിക്കും. അവളുടെ വിശ്വാസമാണ്, അവളുടെ വിശ്വാസമാണ്. അവൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു യോഗത്തിൽ വെച്ച് യേശു എന്നെ വിടുവിക്കും. ദൈവത്തിന് അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരേണ്ടിയത്. നമ്മളെ ദൈവം വിടുവിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ സഭായോഗത്തിനും യോഗത്തിനും വരേണ്ടത്. വേറെ ആരെയും വിടുവിക്കുമെന്ന് കാണാനല്ല നമ്മൾ വരേണ്ടത്. ഇന്ന് വൈകിട്ടത്തെ യോഗത്തിൽ വചനം പറയുമ്പോൾ എനിക്ക് വിടുതൽ സംഭവിക്കുമെന്ന് വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അവൾ വന്നത്. പക്ഷേ യേശു അവളോട് മിണ്ടുന്നില്ല. ശിഷ്യന്മാർക്ക് പോലും അതിൽ പ്രയാസം തോന്നി. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ എല്ലാ യോഗത്തിനും വരുന്നുണ്ട്. അവൾ വളരെ പ്രയാസപ്പെട്ടാണ് യോഗത്തിന് വരുന്നത്. നീ അവളെ മൈൻഡ് ചെയ്യുന്നില്ല. സ്തോത്രം. ആമേൻ. യേശു പറയുന്ന മറുപടി നമുക്കറിയാം. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് അതല്ല. സ്തോത്രം. യേശുവോട് പറഞ്ഞതാ. സ്തോത്രം. ആമേൻ. നമ്മളായിരുന്നെങ്കിൽ ആമേൻ അന്നേരം തന്നെ ബൈബിളും അടച്ചു വീട്ടിൽ പോയേനെ. സ്തോത്രം. പക്ഷേ അവളവിടെ പിടിച്ചു നിന്നു. അവൾക്കൊരു പ്രതീക്ഷയുണ്ട്, യേശു എന്നെ ഇന്ന് രാത്രി വിടുവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഏറിയായി കയറത്തില്ല. ആമേൻ. പക്ഷേ അവൾ തിരിച്ചൊരു കാര്യം യേശുവിനോട് പറഞ്ഞു, എനിക്ക് നിന്റെ മക്കളുടെ ബ്രെഡ് വേണ്ട, പക്ഷേ നിന്റെ മക്കൾ കഴിക്കുമ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ പൊടിയുണ്ടല്ലോ, ക്രംസ് ഓഫ് ബ്രെഡ്, പൊടിയുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ വീഴുന്ന പൊടിയുണ്ടല്ലോ, അതിനകത്ത് രോഗശാന്തിയുണ്ടോ? അയ്യോ, എന്തൊരു വിശ്വാസം! MDHും PhD ഉള്ളവരൊന്നും ഇങ്ങനെ വിശ്വാസം വരത്തില്ല. സ്തോത്രം. എന്നാൽ ആമേൻ, ഒന്നുമില്ലാത്ത ഈ സാധുശ്രീ പറയുകയാണ്, ആ താഴെ വീഴുന്ന പൊടിക്ക് എൻ്റെ മകളെ വിടുവിക്കാൻ കഴിയോ? ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ തിയോളജി അവൾ കടത്തിവിട്ടി. യേശുവിൻ്റെ ഒരു തിയോളജിയും പറഞ്ഞില്ല. അവൾ പറഞ്ഞു, സ്ത്രീയെ, സമാധാനത്തോട് പോകൂ, സമാധാനത്തോട് പോകൂ. ഇത്രയും ആഴമുള്ള വിശ്വാസമുള്ള നിന്നെ ഞാൻ തടുക്കുന്നത് എങ്ങനെയാണ്? നിന്റെ കുഞ്ഞുമകൾ സൗഖ്യമായിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് പെർഫെക്റ്റ് വിശ്വാസമൊന്നും വേണമെന്നില്ല, നമുക്ക് വലിയ വിശ്വാസമൊന്നും കാണത്തില്ല. പക്ഷേ നിനക്ക് നുറുക്കു വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സൗഖ്യം വരും. ഹല്ലേലൂയ.
ഞാൻ ഒടുവിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു അപ്പക്കഷണത്തിന്റെ പൊടിയിലുള്ള ഫെയ്ത്ത് നിനക്കൊണ്ടെങ്കിൽ ഈ യോഗം കഴിയുന്നതിന് മുമ്പേ ഒരു വലിയ രോഗശാന്തി ഇവിടെ വരും. ഹല്ലേലൂയ. രോഗശാന്തി മന്ത്രവും മാജിക്കുമൊന്നുമല്ല, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ആമേൻ. അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ആമേൻ. വേറെ അതുപോലെ ഒരു സെഞ്ചൂറിയന് യേശുവിനോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. ആമേൻ. സെഞ്ചൂറിയന്റെ ആളുകളെ വിട്ടിട്ട് യേശുവിനോട് പറഞ്ഞു, സ്തോത്രം, നീ എൻ്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. സ്തോത്രം, ഞാനും അധികാരത്തിന്റെ കീഴിൽ പെട്ട ആളാണ്. ആമേൻ. 100 പേരുടെ സൂപ്പർവൈസറാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ആളുകൾ ഒന്നും പറയാതെ വരും. അവൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? 100 പേർക്കുടെ മീതെ എനിക്ക് അധികാരമുള്ളൂ, എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള നീ എന്റെ വീട്ടിൽ വരണ്ട, എന്റെ ബാല്യക്കാരനെ വിടുവിക്കാൻ വരണ്ട. ഒരു വാക്കുമതി. എത്ര പേര് ഈ രാത്രി വിശ്വസിക്കും? ഇന്ന് ഞാൻ പറയുന്ന ഒരു വാക്കുമതി, നീ ഇരിക്കുന്ന കസേരയിൽ അത്ഭുതം നടക്കും. ആ കൈയടിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ നടുവിന്റെ മേൽ, നിന്റെ ഹാർട്ടിന്റെ മേൽ, നിന്റെ ക്യാൻസറിന്റെ മേൽ ഇന്ന് രാത്രി glory. എവിടെയൊക്കെയോ രോഗശാന്തി നടക്കുന്നുണ്ട്. ഈ പുറകിലിരിക്കുന്ന സഹോദരിമാരുടെ കൂട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സർജറി വേണ്ടാത്ത നിലയിലോ ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന glory. ഹല്ലേലൂയ. നിനക്ക് അപ്പനുറുക്കിന്റെ വിശ്വാസമുണ്ടെങ്കിൽ, ആ പൊടിയുടെ വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് രാത്രി രോഗശാന്തി വരും. നീ പോകുന്നതിന് മുമ്പ് ഹല്ലേലൂയ, വിശ്വാസത്താൽ യേശുവിനെ ഇന്ന് രാത്രി തോന്നണം. ഗ്ലോറി, ഹല്ലേലൂയ, ആമേൻ. അതേ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ചിലർ വന്ന് യേശുവിനോട് പറയുന്നുണ്ട്, നിന്റെ കൈ വെച്ച് ആമേൻ ഒരു ഡഫ് ആൻഡ് ഡംബായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് അവർ പറയും, ആ കൈ ഒന്ന് വെക്കണം. നിന്റെ കൈ ഒന്ന് വെച്ചാൽ മതി, ഇന്ന് രാത്രി ആമേൻ ഇവൻ സൗഖ്യമാകും. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ആണിപ്പാടേറ്റ് മരിച്ച തമ്പുരാന്റെ കൈ, നെയിൽ പിയേഴ്സ്ഡ് ഹാൻഡ് ഈ യോഗത്തിന്റെ നടുക്കൊണ്ട്. ഹല്ലേലൂയ. നിന്റെ തലയിൽ ഇന്ന് രാത്രി ദൈവം തന്റെ വിരൽ ചലിപ്പിച്ചോ. ഗ്ലോറി. ആമേൻ. അന്യഭാഷ പറയാൻ ഒന്നും പേടിക്കണ്ട. ഇവിടെ ആരാധന സ്വാതന്ത്ര്യമുള്ള സഭയാണ്, ദൈവത്തിന്റെ ദൂതിൽ വിശ്വസിക്കുന്ന സഭയാണ്. രോഗശാന്തി ഫീലിംഗ് അല്ല, അത് ഹീലിംഗ് ആണ്. ഗ്ലോറി. ഗ്ലോറി. ഹല്ലേലൂയ. ഈ ആഴ്ച സഭായോഗം കഴിയുമ്പോൾ അത്ഭുതത്തിന്റെ സാക്ഷ്യം ഈ ഹോളിന്റെ അകത്ത് നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഗ്ലോറി. വചനം വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഒലിയോ ഗ്ലോറി. ദൈവത്തിൻ്റെ വചനം ദൈവത്തോളം ശക്തിയുള്ളതാണ്. വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളുടെ അടുത്ത് നിൽക്കുക എന്ന ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ 19 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു രാത്രി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പോയി. ആമൻ. അരയ്ക്ക് താപ്പറം തളർന്നുപോയി, ചലനമില്ല, 7 ദിവസമായി ഹോസ്പിറ്റലിലാണ്. അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും വളരെ ലേറ്റായി നൈറ്റിൽ അവിടെ റൂമിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവം നിന്നെ വിടുവിക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? സ്തോത്രം.
വചനത്തിന് പവർ ഉണ്ടെന്നറിയാമോ? എന്നിട്ട് പറയും, യെസ് അങ്കിൾ, ഐ ഡു ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി വചനം സഞ്ചരിക്കും, വചനം ചലിക്കും. ഞങ്ങൾ അവൾ കാലിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കാറിൽ കയറിയുമ്പോൾ അവിടെ അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മുറിക്കകത്ത് ഇന്ന് രാത്രി ഒരു അത്ഭുതം നടന്നു. സ്തോത്രം. പാസ്റ്റർ പോയ പുറകിൽ ഒരു ദൈവദൂതൻ ഈ മുറിക്കകത്ത് ഇറങ്ങി അവിടെ കാലിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, എനിക്ക് കാലിന് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ശബ്ദം കേട്ടു, ഇത് നിന്റെ ക്രിയേറ്ററിൻ്റെ ഹാൻഡാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഞാൻ നിന്റെ കാലിൽ തൊട്ടാൽ നിനക്ക് ഹീലിംഗ് വരും. അന്ന് രാത്രി 12 മണിയായപ്പോൾ ഈ 19 വയസ്സുള്ള പെൺകുട്ടി ആ റൂമിൽ ചാടി നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. 7 ദിവസമായി അനങ്ങാതിരുന്ന അവിടെ ശരീരത്തിൻ്റെ മേൽ വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ കാലെ തൊടാൻ തുടങ്ങി. ഓ റബാ ദാലബ, ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരാ നിങ്ങളുടെ കൈയുടെ മേൽ, നിങ്ങളുടെ കാലിൻ്റെ മേൽ ഊടാ റാദാ ലാ ശംദാ റാദാ. Glory, 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 glory. Hauda lagadana vaidala dia ravashya. Oh, vishode hallelujah, hallelujah. Uda rada la ravashandara dila dia. Glory, 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 glory. അടുത്ത ദിവസം അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പാണ് അവിടെ അങ്കിൾ പറഞ്ഞത്, നാളെ വേറൊരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ആമേൻ. ഡോക്ടേഴ്സ് നട്ടല് പല പ്രാവശ്യം കിഴിച്ച് ഫ്ലൂയിഡ് എടുത്തു, പല നിലയിലും ആമേൻ നോക്കി, രോഗം കാണുന്നില്ല. പക്ഷെ അന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതൻ ആ മുറിയിൽ ഇറങ്ങി. നീ ഏതു മുറിയിലാണെങ്കിലും ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങിയാൽ, ഓ റാഷാദാലാദിയ, ഏതു ചങ്ങലയും ഇന്ന് രാത്രി അഴിയുമെന്നോ. ഗ്ലോറി, 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 ഗ്ലോറി. Glory, 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 glory. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. വേറൊരു വിശ്വാസത്തെക്കുറിച്ച് 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 20-21. Matthew 9:20 and 21 and also 29. മത്തായിയുടെ സുവിശേഷം 9:20-21 വായിച്ചാട്ടെ. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണു നുരച്ചുരുണ്ടു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ, ചെറുപ്പം മുതൽ തന്നെ. ആമേൻ. ഞാൻ വേറൊരു ഭാഗമാണ്, ഭൂതഗ്രസ്തയായ സ്ത്രീ. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്നുള്ളത് കൊണ്ട് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഇവിടെ പറയാ, എനിക്ക് യേശുവിനെ കാണണ്ട, അവന്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ മതി. ഹല്ലേലൂയ, ആമേൻ. കാരണം അവൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അവന്റെ വസ്ത്രത്തിലും രോഗശാന്തി കിടപ്പുണ്ട്. ഗ്ലോറി, അതെന്തൊരു ഫെയ്ത്താ. ആമേൻ. ദേഹത്ത് തൊട്ടാൽ അവന് ഭീതി ചെയ്യും, പക്ഷേ വസ്ത്രത്തിലും ദൈവശക്തിയുണ്ട്. ആരും ശിഷ്യന്മാരോട് ചെന്ന് യേശുവിനെ ഒന്ന് തൊഴണമെന്ന് അവൾ പറഞ്ഞാൽ പത്രോസ് ഡയറി എടുത്തിട്ട് പറയും, ഒരു ഡേറ്റും ഇല്ലെന്ന് പറയും. സ്തോത്രം. പക്ഷേ ഇവള് രക്തസ്രാവം കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുക. അവൾ റിസ്ക് എടുക്കുന്ന ഒരു സ്ത്രീയാണ്, റിസ്ക് എടുക്കുന്ന. കാരണം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ അനുവദനീയമല്ല, ന്യായപ്രമാണം. ആമേൻ. അവൾ 2 കാര്യം ചിന്തിച്ച് കാണും. വീട്ടിലിരുന്നാലും മരിക്കും, പുറത്തു പോയാലും മരിക്കും, എന്നാൽ യേശുവിനെ തൊട്ടിട്ട് മരിക്കണം. വലിയ റിസ്ക്കാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, റിസ്ക് എടുക്കുന്നവരാണ് ദൈവിക വിടുതൽ അനുഭവിക്കുന്നത്. യേശുവിനെ ക്രൗഡിലൂടെ അവൾ തൊട്ടു. പെട്ടെന്ന് യേശു തിരിഞ്ഞു നിന്നിട്ട് അവൻ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഹു ടച്ച്ഡ് മീ? ആരാ എന്നെ തൊട്ടത്? ആമേൻ. അപ്പം ശിഷ്യന്മാർക്ക് ഒരു കൺഫ്യൂഷൻ. ഇത്രയും ആളുകൾ ക്രൗഡഡായിട്ട് നിന്നെ തെള്ളി ഞെരുക്കുമ്പോൾ അതിൻ്റെ അകത്ത് തൊട്ടതെന്ന് ചോദിക്കുന്നതിൻ്റെ യുക്തി. സ്തോത്രം. ശിഷ്യന്മാർ ചിലപ്പോൾ ചിന്തിച്ച് കാണും, ശരിയായ ഒരാളിനെ ആണോ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന, സുബോധമുള്ള ആളാണോ? കാരണം ആളുകൾ ഇടിച്ച് നിൽക്കുമ്പോഴും യേശു ചോദിക്കുക, തൊട്ടതാരാണ്?
ഐ ആം സോറി എന്ന് യേശു പറഞ്ഞില്ല. യേശു പിന്നെയും ആ ചോദ്യം ആവർത്തിച്ചു, എന്നെ തൊട്ടതാര്? സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, രോഗശാന്തി അബദ്ധത്തിൽ നിന്ന് വരുന്നതല്ല, വിശ്വസിക്കുന്നവരുടെ കയ്യിൽ ഇന്ന് രാവിലെ ദൈവം തൊടുന്നതാണ്. ഊഹാഭോഗത്തിൽ വ്യാപരിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ആ സ്ത്രീ മറഞ്ഞിരിക്കുന്നില്ല. യേശു പറഞ്ഞു, ഇവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ടെങ്കിലും എന്നെ തൊട്ട ഒരാളേ ഉള്ളൂ, തൊട്ട ഒരാളേ ഉള്ളൂ. എത്ര ക്രൗഡ് ഉണ്ടെങ്കിലും, ശ്രദ്ധിക്കുക, എത്ര ക്രൗഡ് ഉണ്ടെങ്കിലും വിശ്വാസത്താൽ തൊടുന്നവരെ ഇതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിനറിയാം, ദൈവത്തിനറിയാം. ഹല്ലേലൂയ. 1000 പേര് ഇവിടെ ഇരുന്നാലും ഇതിൻ്റെ അകത്ത് എല്ലാവരും തൊടണമെന്നില്ല. എൻ്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ മാർക്കിട്ട് പോകും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയും ഇരുന്ന് കൈ നീട്ടി തൊടുന്ന ചിലരുണ്ട്. ഇന്ന് രാത്രി അവരെ വിശ്വാസത്തിൻ്റെ ശക്തി, ഗ്ലോറി 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 ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അവിടെ ശരീരത്തിൽ ദൈവശക്തി മൂവ് ചെയ്തു. സ്തോത്രം, ആമേൻ, ആമേൻ, സ്തോത്രം. യേശു അവളോട് പറഞ്ഞു, സമാധാനത്തോട് പോവും, സമാധാനത്തോട് പോവും. കഴിഞ്ഞ 12 വർഷമായി നിന്റെ സമാധാനം നഷ്ടപ്പെട്ടതാണ്, നിന്റെ സാമ്പത്തികം മുഴുവൻ നഷ്ടപ്പെട്ടതാണ്, ജീവിക്കാനുള്ള നിന്റെ ആശ നഷ്ടപ്പെട്ടതാണ്. ഇന്ന് രാത്രി ഞാനത് റിവേഴ്സ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഞാനത് റിവേഴ്സ് ചെയ്യുകയാണ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, ആമേൻ, അനേക വർഷങ്ങളായി നഷ്ടപ്പെട്ട സമാധാനവും സൗഖ്യവും യേശുവിന് ഈ രാത്രി റിവേഴ്സ് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. പക്ഷേ വിശ്വാസത്താൽ നിങ്ങൾ അവനെ തൊടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ശരീരത്തിൽ ആ ദൈവശക്തി അവൾക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. സ്തോത്രം, ആമേൻ. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്, ജോഷുവ 1:3 വായിച്ചിട്ട്. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലം മോശയോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. കർത്താവ് പറയുക, സ്തോത്രം. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോട് നിന്റെ പാദം ചവിട്ടിയാൽ ഇന്ന് രാത്രി വിടുതൽ നടക്കുമെന്ന്. എത്ര പേര് വിശ്വസിക്കുന്നു? എന്നോട് ദൈവാത്മാവ് പറയുന്നു, സ്വസ്ഥതയില്ലാത്ത ഒരുപാട് വീടുകളിൽ തിരുവല്ലായിലുണ്ട്. ആ വീടുകൾ ഈ സഭയെ ദൈവം അയക്കാൻ പോവാ. ദൈവത്തിന് ഇവിടുത്തെ ആരാധനയുടെ ലെവല് ദൈവം മാറ്റും. സ്തോത്രം. പല ഭാഷയിലുള്ള ആരാധന ഇവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. അത് മാത്രമല്ല, ആമേൻ, അധികാരത്തിൻ്റെ ഒരു ശുശ്രൂഷയ്ക്ക് സമയമായെന്ന് ദൈവാത്മാവ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. സാധാരണ പട്ടണത്തിൽ കൂടുന്ന ഒരു സഭയായി സങ്കീർത്തനം വായിച്ചിട്ട് പോകുന്ന സഭയായിട്ടല്ല ദൈവം ഈ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ അകത്ത് രോഗശാന്തി വെളിപ്പെടുന്ന സഭയായി മാറണം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ച് സഹോദരിമാർ പാസ്റ്റർമാർ പോകണമെന്നില്ല. അല്ലാതെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉള്ളിടത്ത് നിങ്ങളുടെ കാല് ചവിട്ടിയാൽ ഇന്ന് രാത്രി അവിടെ അത്ഭുതം നടക്കുമെന്ന ആവിചാരമുള്ള വീട്ടിൽ, ബന്ധനമുള്ള വീട്ടിൽ, ആത്മഹത്യക്ക് വേണ്ടി കൊതിക്കുന്ന വീടുകളിൽ, ഹല്ലേലൂയ, ആമേൻ, സ്വസ്ഥതയില്ലാത്ത വീടുകളിൽ, ഓ ആമേൻ, തിരുവല്ലയിലുള്ള പ്രൈസ് സെന്ററിലെ ആളുകളെ ദൈവം അയക്കുമ്പോൾ കാലു ചവിട്ടി പ്രാർത്ഥിക്കുക, അത്ഭുതം ദൈവം ചെയ്യും. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ആമേൻ. എരിഹോ മതില് ഇസ്രായേൽ മക്കൾക്കെതിരെ അടയ്ക്കപ്പെട്ടു. അന്ന് രാത്രി ദൈവം യോശുവയോട് പറഞ്ഞു, കാല് ചവിട്ടി പട്ടണത്തിൻ്റെ ചുറ്റും 7 പ്രാവശ്യം മാർച്ച് ചെയ്യുക. ഒരായുധവും വേണ്ട, വിശ്വസിച്ച് ചാമൻ മാർച്ച് ചെയ്ത് വിശ്വാസത്തിൻ്റെ ആർപ്പിട്ടാൽ ഇന്ന് രാത്രി വിടുതൽ നടക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കതറിയാം. ജയൻ്റ് വോളായിരുന്നു ജെറിക്കോ വോള്. 2 രഥങ്ങൾക്ക് ആ വോളിൻ്റെ മുകളിൽ കൂടെ ഒരേ സമയത്ത് പോകാൻ കഴിയുമായിരുന്നു. ആ വോളിൻ്റെ അടുത്ത് ആളുകൾ താമസിക്കുമായിരുന്നു. അത്രയും വലിയ ജയൻ്റ് വോള് സ്തോത്രം പറഞ്ഞവരുടെ മുമ്പിൽ കീഴോട്ട് താണെന്ന സ്തോത്രം.
ആ മതിലും ഇടിഞ്ഞു വീഴുക അല്ലായിരുന്നെന്നാണ് പല ആർക്കിയോളജിസ്റ്റും പറയുന്നത്. ആ മതില് ഭൂമിക്കടിയിലോട്ട് താഴു. കാരണം ആരാധിക്കുന്ന ദൈവത്തിന് വേണ്ടി ദൂതന്മാര് ആ വോൾ താഴോട്ട് അമക്കുകയായിരുന്നു. നിനക്കെതിരെ നിൽക്കുന്ന മതിലുകൾ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞോ ഹല്ലേലൂയ. വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ വയ്ക്കുക, വിശ്വാസത്തിന്റെ ആർപ്പിടുക. ഈ രാത്രി ചില മതില് കീപ്പോട്ട് താഴാൻ പോവുക. ഗ്ലോറി 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 ഗ്ലോറി. പിശാച് നിന്റെ കുടുംബത്തിനെതിരെ കെട്ടിയ മതിലുണ്ട്, നിന്റെ ജോലിക്കെതിരെ നിൽക്കുന്ന മതിലുണ്ട്, നിന്റെ സമാധാനം കെടുത്താനുള്ള മതിലുണ്ട്. സ്വോത്രം പറഞ്ഞാൽ മതി. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിനെതിരെയുള്ള മതില് ദൂതൻ താക്കാൻ പോവുകയാണ്. ഗ്ലോറി 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 ഗ്ലോറി. ഗ്ലോറി 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 ഗ്ലോറി. ചില മതിലുകൾ പിശാച് പറയും ആമന് താഴത്തില്ലെന്ന്, പക്ഷേ ദൂതൻ താത്താൽ അത് താഴും. ഈ കഴിഞ്ഞ വർഷവും ചില വർഷം മുമ്പ് ജെറിക്കോ ഞങ്ങൾ സന്ദർശിച്ചപ്പോഴേ ആ മതില് ഇന്നും പണിയപ്പെട്ടിട്ടില്ല. അന്ന് ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ദൈവം പൊളിച്ച മതിൽ അതുപോലെ കിടക്കുകയാണ് അവിടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്കെതിരെയുള്ള ചില മതിൽ പൊളിയും. ഹല്ലേലൂയ. ആ വിചാരത്തിൻ്റെ മതിൽ പൊളിയും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ആരാധിച്ചപ്പോൾ ഒരു ഹൈന്ദവ സന്യാസിയുടെ പടം എൻ്റെ മുമ്പിൽ ദൈവാത്മാവ് കൊണ്ടുവന്നു. ഹല്ലേലൂയ. എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇന്ന് രാത്രി മതിലു ദൈവം പൊളിക്കുന്ന രാത്രിയാ. എന്തോ ഒരു ഹൈന്ദവ ശക്തി, ആരാണ് ശക്തി ഈ ആലയത്തിനെതിരെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ കൈയടിച്ചോ. ഇവിടുത്തെ ആരാധന അടച്ചുപൂട്ടാൻ ഇതിനകത്ത് നിയമം കൊണ്ടുവരുന്നു. ഇതിനെ വിളക്കുന്ന ഒരു വലിയ പോര് ഇതിന്റെ പുറകിലുണ്ട്. ദൈവനെ കൈയടിച്ചോ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ഈ ഹോൾ അടച്ചുപൂട്ടാൻ നിയമം കൊണ്ടുവന്ന് ഇതിനെതിരെ വാശിയോട് നിൽക്കുന്ന ചില ഹൈന്ദവ ശക്തികൾ ഇവിടെ എഴുന്നേറ്റ് വരുന്ന പോലെ. പക്ഷെ ഇന്ന് രാത്രിത്തെ യോഗം കൊണ്ട് ഒരു ദൈവപ്രവർത്തി ഗ്ലോറി 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 ഗ്ലോറി. ഈ സഭയെ അടച്ചുപൂട്ടുവാൻ, ആരാധനയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ ഇതിന്റെ പുറത്ത് മതില് ഉടതല വൈഡല റിഗതവനവ ശംദല ദിഗ. എല്ലാ കേസുകളെയും, എല്ലാ ലോ സൂട്ടുകളെയും, എല്ലാ നിയമങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ശ്വാസിക്കുന്നു. എന്തോ വലിയൊരു പ്രതികൂലം ഈ സഭയ്ക്കെതിരെ വരുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങി മതിൽ താക്കുന്ന രാത്രി. ഹല്ലേലൂയ. ഒരു വലിയ നിയമക്കുരുക്കില് ഈ സഭയെ കെടുത്താൻ നിൽക്കുന്ന ഒരു വലിയ ശക്തി. എന്നാൽ ഈ ദിവസങ്ങളെ കരിസ്മ പ്രേയറിലൂടെ ദൈവം ഒരു വിടുതല. ഗ്ലോറി. ഹല്ലേലൂയ. Praise the Lord. Hallelujah. വിശ്വാസത്തോടെ അവര് കാലി ചവിട്ടി, വിശ്വാസത്തോടെ ശബ്ദം ഉയർത്തി. ജോഷുവയ്ക്കും തലേ ദിവസം രാത്രിയിൽ ഒരല്പമല്ലാത്ത ഭാരവും ഭയവും ഉണ്ടായിരുന്നു. മുമ്പിൽ ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടിയവനാ. അന്ന് രാത്രി കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി ഓഫ് ദ ഹെവൻ, സ്വർഗീയ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് വാളും അരക്ക് കെട്ടി ആമേൻ ജോഷുവയുടെ മുമ്പിൽ നിന്നു. ജോഷുവ ചാടി എഴുന്നേറ്റ് വാള്. അവൻ വളരെ വിജിലൻ്റായ ഒരു പടയാളിയായിരുന്നു ജോഷുവ. അവൻ ചാടി എഴുന്നേറ്റ് വാൾ വലിച്ചൂരിട്ട് ചോദിച്ചു, നീ ഞങ്ങളുടെ ആളോ ശത്രുവിൻ്റെ ആളോ? ദൂതൻ പറഞ്ഞ ഞാൻ ആരുടെയും ആളല്ല, സ്വർഗം എന്നെ അയച്ചിരിക്കുകയാണ്. നാളെ മാർച്ചിന്റെ മുമ്പിൽ നടക്കുന്നത് നീയല്ല, നാളെ മാർച്ചിന്റെ മുമ്പിൽ നടക്കുന്ന ഞാനാണോ?
നാളെ മാർച്ച് നടത്തുന്നത് ഞാനാണ്. നീ പേരിനെ നിൽക്കുന്നുള്ളൂ. ഇവിടെ ദൈവദാസന്മാര് പേരേ ഉള്ളൂ, പക്ഷെ ദൂതനാണ് ഈ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടത്. ഗ്ലോറി 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 ഗ്ലോറി. നിനക്ക് വേണ്ടി സ്വർഗീയ സൈന്യം ഇന്ന് രാത്രി സ്വർഗത്തിലെ കമാൻഡർ ഇൻ ചീഫ് നിന്റെ സൈന്യത്തിന് മുമ്പിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. യോശുവയ്ക്ക് ധൈര്യമായി. അന്ന് രാത്രി ഉറങ്ങാൻ കഴിയാതെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് രാത്രി എനിക്ക് മനസ്സിലായി, യുദ്ധം ദൈവം ഏറ്റെടുത്തു. യുദ്ധം ദൈവം. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ യുദ്ധം ദൈവം ഏറ്റെടുക്കും. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട്, ഈ മുൻനിരയിക്കുന്നവരോട് ദൈവം പറയുന്നു, നിന്റെ യുദ്ധം കോർട്ടല്ല, ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. ലോകം അറിയപ്പെടത്തക്കവണ്ണം ഒരു വിധി ഉണ്ടാകും. ഗ്ലോറി 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 ഗ്ലോറി. ലോകത്തിലെ ഒരു ജഡ്ജിക്കും എടുക്കാൻ കഴിയാത്ത വിധിയ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. ഗ്ലോറി 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 ഗ്ലോറി. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. എവിടെയൊക്കെയോ മതിലുകൾ ഇടിയുന്നുണ്ട്. ഇന്ന് രാത്രി നിനക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ, നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് പിശാച് ഉയർത്തിയ മതിലുണ്ടല്ലോ, ഈ രാത്രി ഇടിയുന്ന ശബ്ദം ഞാൻ ആത്മാവി കേൾക്കുകയാ. ഗ്ലോറി 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 ഗ്ലോറി. ഇന്ന് രാത്രി ചില മതിൽ ഇടിയുന്നുണ്ട്. നിന്റെ തലമുറക്കെതിരെ, വിദ്യാഭ്യാസത്തിനെതിരെ പിശാച് കെട്ടിയ മതില്, വിവാഹം നടക്കാതെ ഉയർത്തി വെച്ച മതിലോ, ഈ രാത്രി ദൈവാത്മാവോ ദൂതനെ അയച്ചോ. ഗ്ലോറി 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ വേറൊരു ഭാഗം ഉണ്ട്, ആ മനോഭാവമുണ്ട്. അത് ചെവിക്കകത്ത് കേൾക്കുമ്പോൾ വിടുതൽ സംഭവിക്കും. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 8-ാമത്തെ അധ്യായം 54-ാമത്തെ വാക്യം. ലൂക്ക് 8:54 ഒന്ന് വായിച്ചാൽ. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു, ബാലെ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. യേശു കർത്താവ് ജൈറസിന്റെ മകളോട് പറഞ്ഞു, ബാലെ എഴുന്നേക്കുക. ആ ശബ്ദം കാതി കേട്ടപ്പോൾ മരിച്ചവരുടെ ആത്മാവ് തിരിച്ചു വന്നു. സർ, അങ്ങനെയാണ് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു ദൈവശബ്ദം മതി നിന്നെ വിടുവിക്കാൻ. സ്തോത്രം. നിന്റെ മരിച്ച കോശങ്ങളുണ്ടല്ലോ, സെല്ലുകൾ, ഹല്ലേലൂയ, അർബുദത്തിന്റെ ക്യാൻസറിന്റെ സെല്ലുകളുണ്ടല്ലോ, കാതിൻ്റെ അകത്ത് ദൈവശബ്ദം കേട്ടാൽ ഈ രാത്രി ക്യാൻസറിന്റെ മേൽ ദൈവ സൗഖ്യം പകരും. ഗ്ലോറി 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 ഗ്ലോറി. ചില ക്യാൻസർ രോഗികൾ ഈ സഭയിൽ വന്ന് സഭായോഗത്തിന് വിടുതലിന്റെ സാക്ഷ്യം പറയാൻ പോവുക. ഗ്ലോറി 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 ഗ്ലോറി. അർബുദത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ശ്വസിച്ചു പ്രാർത്ഥിക്കും. ഗ്ലോറി. ദൈവത്തിന് സ്റ്റേജുകളില്ല. ദൈവത്തിന് സ്റ്റേജുകളില്ല. ക്യാൻസർ 4-ാം സ്റ്റേജ് എന്നൊക്കെ പറയും, പക്ഷേ പ്രാർത്ഥനയ്ക്ക് സ്റ്റേജുകൾക്ക് അതീതമാണ്. ദൈവശക്തി സ്റ്റേജുകൾക്ക് അതീതമാണ്. സ്റ്റേജ് 4 8 ഇന്ന് രാത്രി കാതിൽ ശബ്ദം കേട്ടാൽ നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവവും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളെ ഫോൺ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ഈ രാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാമോ? അന്ന് രാത്രി അദ്ദേഹം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ചെന്നപ്പോൾ 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 4-ാം സ്റ്റേജ് ക്യാൻസറായി മരണഭീതിയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ അറിയത്തില്ല. ആരോ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ നമ്പർ അദ്ദേഹത്തിന് കൊടുത്തതാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ തറയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. രാവിലെ 6 മണിയായപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു, 6 മാസമായി ഞാൻ ഉറങ്ങിയിട്ടില്ല ഭയം കൊണ്ട്, പക്ഷെ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങി. സ്തോത്രം. എനിക്ക് മനസ്സിലായി, ദൈവം ആ കാര്യത്തിൽ ഇടപെടുന്നു.
ഫോർത്ത് സ്റ്റേജ് ക്യാൻസറാണ്. ഒരു കുഞ്ഞ്, ഭാര്യ, ആമേ സ്തോത്രം, അവര് മരണഭീതിയിലാണ്. സ്തോത്രം. ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ആമേ ഒരു മലയാളി ഓൺകോളജിസ്റ്റാ, അദ്ദേഹം പറയും 2 ആഴ്ച കൂടെ നീ ജീവിക്കത്തുള്ളൂ, നിനക്കറിയാമോ? സ്തോത്രം. പല പ്രാവശ്യം ഇത് പറഞ്ഞപ്പോൾ ഈ ഡോക്ടറോട് ഇദ്ദേഹം ചോദിച്ചു, ജീവിക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സ്തോത്രം. മരിക്കുമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആമേ എപ്പം വന്നാലും മരിക്കുമെന്നാണ് പറയുന്നത്, എന്നാൽ ജീവിക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ നേഴ്സുണ്ട്, അവൾ അസംബ്ലീസ് ഓഫ് ഗോഡ് വിശ്വാസിയാ, അവിടെ അടുത്ത് പോയാൽ മതി, അവൾ ജീവിക്കുമെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. ഓരോ പ്രാവശ്യവും ഇദ്ദേഹം ആ നേഴ്സ് പ്രാക്ടീഷണറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ പറയും, ആമേൻ, ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും, യേശു നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ, ഗ്ലോറി, ദൈവത്തിന് സ്തോത്രം. ഇന്ന് അദ്ദേഹം 6 വർഷങ്ങൾ കഴിഞ്ഞു. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ ലുക്കീമിയായിരുന്നു, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ രക്തത്തിലുള്ള WBCയും RBCയും ദൈവം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അയച്ചു. ഗ്ലോറി. ഞാൻ അദ്ദേഹത്തെയും ഭാര്യയെയും സ്നാനപ്പെടുത്തി. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ പിതാവ് നൈജീരിയൻ സ്കൂളിലും പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം മകനെ കാണാനായിട്ട് വന്നു. ആദ്യം അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു എന്നെ ഫേസ് ചെയ്യാൻ. പിന്നീട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ്റെ ബ്ലഡ് റിസൾട്ട് ഞാൻ വായിച്ചു, കണ്ടു, ഈ അത്ഭുതം ചെയ്ത ദൈവത്തെ എനിക്ക് വേണം. ആമേൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് ഉള്ള അദ്ദേഹത്തിനോട് പറഞ്ഞു, മടങ്ങിപ്പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകൊണ്ട് എന്നെ ഈ സ്നാനപ്പെടുത്തണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഏത് വലിയ പ്രശ്നമാണെങ്കിലും നിന്റെ കാത് ഇന്ന് രാത്രി തുറക്കാമെങ്കിൽ, വിടുതലിൻ്റെ ഒരു ശബ്ദം കാതിലൂടെ കേൾക്കാമെങ്കിൽ, നിന്റെ അന്തരാത്മാവിൽ ഇന്ന് രാത്രി ദൈവം ഒരു സൗഖ്യമയക്കും. ഹല്ലേലൂയ. ആമോസ് പ്രവാചകൻ പറയുന്ന ഒരു വാക്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആമോസ് 2-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമോസ് 2:12 വാക്യം. സ്തോത്രം. എന്നാൽ നിങ്ങൾ വ്രതസ്ഥന്മാർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുകയും പ്രവാചകന്മാരോട് പ്രവചിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു. കറ്റ കയറ്റിയ വണ്ടി അമർത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ. ആമോസ് 2:12 ആണോ? യെസ്, അതെ. ആമേൻ. സ്തോത്രം. ആമേൻ. ഒരു കാതും ആമേൻ സിംഹത്തിൻ്റെ വായിൽ ആമേൻ അകപ്പെട്ട ആടിൻ്റെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അവിടെ പറയുന്ന ഒരു വാക്യം എന്നെ ഇന്ന് രാവിലെ വളരെ ചിന്തിപ്പിച്ചു. ആമോസ് പറയുന്നുണ്ട്, ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിക്കും. എങ്ങനെയാണെന്നറിയാമോ? ഒരു സിംഹത്തിൻ്റെ വായിൽ അകപ്പെട്ടുപോയ ഒരാട്, അതിൻ്റെ കാതും കാലുമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് വിടുതൽ പ്രാപിക്കും. സാധനം ഞാൻ ഇന്ന് രാത്രി ദൈവസഭയോട് പറയട്ടെ, ആമേൻ, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാതുണ്ടെങ്കിൽ, വിശ്വസിച്ച് ഓടാൻ കഴിയുന്ന ഒരു കാലുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നീ വിടുതൽ പ്രാപിക്കും. ഓരാബ ശാന്താര. ആ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. നിന്റെ കാതിലൂടെ ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ടാൽ, നിന്റെ കാലിനൊരു ബലമുണ്ടെങ്കിൽ നീ ചോടി നിന്ന് ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ അകപ്പെടുത്തിയ മൃഗത്തിൻ്റെ വായിൽ നിന്ന് ദൈവം വിടുതൽ പകരും. സ്തോത്രം. യോഹന്നാൻ പറയുന്നൊരു വാക്യമുണ്ട്, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അവരെ കേട്ടിട്ട് ജീവൻ പ്രാപിക്കുകയും ചെയ്യുന്ന നാഴിക വന്നിരിക്കുന്നു, ഇനിയും വരാൻ പോവുക. സ്തോത്രം. മരിച്ച സകല വിശുദ്ധന്മാരും കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയവര് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവരെ മരിച്ചിടത്ത് നിന്ന് ഉയർത്തെഴുന്നേക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിശ്വാസത്താൽ നിങ്ങളുടെ കാതിൽ ശബ്ദം കേട്ടാൽ ഈ രാത്രി വിടുതൽ നടക്കും. ഹല്ലേലൂയ. മരിക്കണമെന്നില്ല. നിന്റെ ആമൻ ഉള്ളിൽ മരിച്ച കേസുണ്ടല്ലോ, ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ മേൽ ജീവൻ പകരാൻ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, 2 കൈയും ചങ്ങല കെട്ടി ആണ് ഇട്ടേക്കുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് ചങ്ങല ലൂസായിട്ട് കിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുതാൻ പറ്റും. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കും, ചങ്ങല ധരിച്ച നീ എന്തിനാണ് ഇത് എഴുതുന്നത്?
അതിന് മറുപടി അദ്ദേഹം പറയുന്നു, ദൈവവചനത്തിനു ബന്ധനമില്ല. ഹല്ലേലൂയ. ഇത് വായിക്കുന്നവന്റെ ബന്ധനം ഒഴിയും. ദൈവ ശബ്ദം കേൾക്കുക മാത്രമല്ല, വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രോഗശാന്തി വരും. ദൈവത്തിന് പോളിയോങ്കിച്ചോടെ ചർച്ചിൽ ആമേൻ ട്യൂമറുള്ള വൈറ്റ് ട്യൂമറുള്ള ഒരുത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, പ്രത്യുത ഒരു ബൈബിൾ വാക്യം ഞാൻ നിന്നോട് പറയാം, അത് നീ എഴുതി അത് വായിക്കണം. സ്തോത്രം. 250 പ്രാവശ്യം ആ ബൈബിൾ വാക്യം എഴുതണം. ഓരോ പ്രാവശ്യം എഴുതിയിട്ട് വായിക്കണം. എന്താ വാക്യം? അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു. അനവധി പ്രാവശ്യം ആ സ്ത്രീ എഴുതി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 250 ആയില്ല, അതിനു മുമ്പേ അവരുടെ ട്യൂമറുള്ള വയറ്റിൻ്റെ അകത്ത് ചലനമുണ്ടായി. വചനം അകത്തോട്ട് കയറി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിശ്വാസത്തോട് കേൾക്കുക മാത്രമല്ല, വിശ്വാസത്തോട് വചനം വായിക്കുന്നവന് ഇന്ന് രാത്രി രോഗശാന്തി വരും. ദൈവത്തിന് വചനം പറയുന്നവന് രോഗശാന്തിയുണ്ട്. ആമേൻ. അത് വായിക്കുന്നയാൾക്ക് രോഗശാന്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു വിശ്വാസം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഡാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചായിട്ട്. ബുക്ക് ഓഫ് ഡാനിയേൽ 3:17. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. ഞാൻ ഇതിനെ വിളിക്കുന്നത് തീയുടെ വിശ്വാസം. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്, തീയുടെ വിശ്വാസം. സ്തോത്രം. റിസ്ക് എടുക്കുക. 3 പേര്. സ്തോത്രം. അവർ പറഞ്ഞു, തീയിന്ന് ദൈവത്തിനെ വിടുവിക്കാൻ കഴിയും. പക്ഷേ ഇന്ന് രാത്രി ഈ തീക്കകത്ത് അമരുന്നതാണ് ദൈവഹിതമെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. ആമേൻ. ശരിയായ വിശ്വാസം അതാ. സ്തോത്രം. ആമേൻ. രാജാവ് പറഞ്ഞു, എന്തായാലും പ്രമോഷൻ പോകും, ജീവൻ നഷ്ടപ്പെടും, ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളുടെ ദൈവത്തിന് സഹായിക്കാൻ കഴിയും. ദൈവത്തിന്. ആ തീയുടെ അകത്ത് അവരെ ഇട്ട കഥ നമുക്കറിയാം. സ്തോത്രം. പക്ഷേ തീയുടെ അകത്ത് ഒരിക്കലൊരു ദൈവദാസൻ പറയുന്നത് ഞാൻ വായിച്ചു. അദ്ദേഹം പറഞ്ഞു, 3 ദൈവദാസന്മാരും തീയും കൂടെ ചേർന്നാൽ 4ാമതൊരു ദൈവദൂതൻ ഇറങ്ങും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന തീക്കകത്ത് ദൈവം ഇറങ്ങി വന്നാൽ, ആമേൻ, 4ാമൻ ഇറങ്ങി വന്നാൽ, തീയുണ്ടല്ലോ, ആ തീയ നിന്നെ കെടുത്താനല്ല, 4ാമനെ വിളിച്ചു വരുത്താനാണ്. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ഒരു ജാതീയ രാജാവാ ഇവരെ തീക്കകത്ത് ഇട്ടത്. അയാൾക്ക് ദൈവത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. സ്തോത്രം. ആദ്യം പുള്ളി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദേവനാരാണ്. അതേ അധ്യായത്തിൽ അവൻ്റെ വാ കൊണ്ട് ദൈവം പറയിപ്പിച്ചു, ഈ വിധത്തിൽ വിടുവിക്കാൻ കഴിയുന്ന വേറൊരു ദൈവവുമില്ല. ആ രാജാവ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമ്മൾ 3 പുരുഷന്മാരെയല്ലേ തീയിലിട്ടത്, 4ാമൻ 7 മടങ്ങുള്ള തീയേക്കാൾ ശോഭയുള്ളവനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തൊരു വലിയ ശോഭയാണ് ആ ഫർണസാ. സ്റ്റീൽ പ്ലാന്റുകളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഫർണസ് അറിയാം. റൂർക്കലയും വിലായിലുമുള്ള സ്റ്റീൽ പ്ലാന്റുകളിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ അതിഭയങ്കര ചൂടാണ്. അതിനേക്കാൾ വലിയ ചൂള, 7 മടങ്ങുള്ള തീച്ചൂളക്കകത്ത് അവരിട്ടപ്പോൾ അതിലും ശോഭയുള്ളവൻ ആ തീക്കകത്തിറങ്ങിയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവർക്ക് തീച്ചൂളയ്ക്ക് 7 മടങ്ങ് വർദ്ധിച്ചപ്പം ചൂളയ്ക്ക് ചൂടില്ലെന്നുള്ളതല്ല. ദാറ്റ് ഈസ് ദ നാച്ചുറൽ ലോ ഓഫ് ദ ഫയർ. തീക്ക് ചൂട് വരും, എന്നാൽ ചൂട് അവർക്ക് ഫീൽ ചെയ്തില്ല. കാരണം 4ാമന്റെ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ പൈതലേ, നീ പോകുന്ന തീയുണ്ടല്ലോ, 4ാമൻ നിന്റെ കൂടെ നടന്നാൽ ഇന്ന് രാത്രി തീജ്വാലയുടെ ചൂടോ. ഗ്ലോറി 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 ഗ്ലോറി. ആ കരപടിച്ചോ. ഗ്ലോറി 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 ഗ്ലോറി.
Hallelujah. Praise the Lord. Praise the Lord. ആമേൻ. മോശ താഴ്വരയിൽ അമാലേക്യരുമായുള്ള യുദ്ധത്തിലിരിക്കുന്ന ഒരു ഭാഗം. പുറപ്പാട് പുസ്തകം 17:11. കൈ ഉയർത്തുമ്പോൾ വിടുതൽ നടക്കുന്ന ഒരു വിശ്വാസം. എക്സോഡസ് 17:11 വായിച്ചാട്ട്. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു, അവൻ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. കൈ ഉയർത്തി വെക്കുമ്പോൾ രഫീദിമിൽ വെച്ച് അമാലേക്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ആമൻ മോശയുടെ കൈ ഉയർത്തിപ്പിടിക്കുകയാണ്. ഉയർത്തുന്ന ഒരു വിശ്വാസമാണ്. സ്തോത്രം. താഴ്വരയിൽ വിടുതൽ നടക്കും കൈ ഉയർത്തുമ്പോൾ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി കൈ അടിക്കുമ്പോൾ വിടുതൽ നടക്കുമെന്ന്. ഹല്ലേലൂയ. കൈ ചൂണ്ടിയാൽ വിടുതൽ നടക്കും. ആമേൻ. ദൈവശക്തി ഉള്ളവർ, അഭിഷേകമുള്ളവർ കൈ ചൂണ്ടിയാൽ ഭൂതവിളകുമെങ്കിൽ അതിനൊരു അധികാരമുണ്ട്. ആ കരമടിച്ചോ എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്നാ ഇന്ന് രാത്രി ആ തൽസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി കൈ അടിച്ച് നാം ദൈവത്തെ സ്തുതിക്കാൻ പോവുക. ഇന്ന് രാത്രി നീ കൈ ചലിച്ചാൽ നിന്റെ പുറകിൽ ശത്രുവിനെ കീഴ്പ്പെടുത്തുന്ന ഒരു ദൈവശക്തി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 28 അണലി പൗലോസിന്റെ കയ്യിൽ ചുറ്റിയപ്പോൾ അദ്ദേഹം കൈ കുടഞ്ഞു കളഞ്ഞു. ആമേൻ. തീക്കകത്തോട്ട് കുടഞ്ഞു. ഇന്ന് രാത്രി ആത്മശക്തി കൊണ്ട് കൈ കുടഞ്ഞു കളഞ്ഞാൽ ആമേൻ പതിയിരിക്കുന്നതിലെ അണലിയുണ്ടല്ലോ, ആത്മാവിന്റെ തീക്കകത്ത് ഗ്ലോറി, ഈ രാത്രി അത് വീഴും. ഗ്ലോറി 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 ഗ്ലോറി. ഒരു പാട്ട് പാടുമ്പോൾ ഇന്ന് രാത്രി ചേർന്ന് നമ്മൾ ആരാധിക്കാൻ പോവാ. നിങ്ങളുടെ കൈ ചലിക്കുമ്പോൾ വിടുതൽ നടക്കും. നിങ്ങളുടെ വാ തുറക്കുമ്പോൾ ഇന്ന് രാത്രി വിടുതൽ നടക്കും. ഇതിന്റെ മധ്യേ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നടക്കാൻ പോവുകയാണ്. ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരും കൈചലിപ്പിക്കാതെ നിൽക്കരുത്. ആരും നാവ് തുറക്കാതെ നിൽക്കരുത്. പാട്ടിന്റെ വരികൾ പാടുമ്പോൾ ആമേൻ പാട്ട് പാടാൻ വേണ്ടിയല്ല. ഇന്ന് രാത്രി ആത്മശബ്ദമുള്ളവര്, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവര്, അന്യഭാഷ പറയാൻ കഴിയുന്നവര് എല്ലാം ആ ഭാഷയിൽ ഇന്ന് രാത്രി സ്തുതിക്കുമ്പോൾ അമാലേക്യർ ഈ രാത്രി തെറിച്ചു പോകുന്ന ഓ ഗ്ലോറി ഗ്ലോറി.